ഹലോ. ഇന്ന് ധ്രുവക്കുട്ടൻ്റെ സ്കൂളിൽ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്, നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ അമ്മൻ്റെ സ്കൂള്. ഇവിടെ പറഞ്ഞതാ. ഇവിടെ സ്കൂളൊക്കെ നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഭാഗത്ത് തന്നെ ഒരുപാട് സ്കൂളുണ്ട്. അപ്പൊ അതിൽ അവർ ഡിസ്റ്റൻസ് വൈസ് ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഗ്രാജുവേഷൻ ആയ കാരണം അവിടെ ചെറിയൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് അവർ കടത്തി വിടുക. അങ്ങനെ എപ്പോഴും നമുക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല. എപ്പോഴും ഗേറ്റിന്റെ പുറത്താണ് അവർ നിൽക്കുക. ഇതുപോലെ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോഴാണ് പോകാൻ പറ്റാറ്. ഇതാണല്ലേ അവന്റെ ക്ലാസ് റൂം. താഴെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഇവരുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാം. അപ്പൊ നമ്മളെല്ലാരും നേരെ താഴെ പോയി അവിടെ ഇങ്ങനെ ഇവർക്ക് നടന്നു വരാനായിട്ടൊരു പാത പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പാരന്റ്സ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കുട്ടികൾ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നഴ്സറിയാണ് പഠിച്ചത്, LKG UKG ഒന്നല്ല. അപ്പൊ ഒന്നും ഇതുപോലെ ഗ്രാജുവേഷനോ ഇങ്ങനെ ഒരു സെലിബ്രേഷനോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന്റെ ക്ലാസ് തന്നെ കേട്ട് കണ്ടു ഞാൻ. വരുന്നുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ വരിയായിട്ട് വന്നു. പിന്നെ അവർക്ക് ഇങ്ങനെ ഫ്രണ്ടില് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ അവരുടെ ഒരു പ്ലഡ്ജ് ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കുട്ടികളായിട്ട് വിളിച്ചിട്ട് അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ ഒപ്പം വലുതാവുമ്പോ ആരാവണം എന്നൊക്കെ മക്കളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്ന ഓരോ മറുപടിയും കേട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ഈ ഒരു പ്രായത്തില് നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പൊ പലതരത്തിലുള്ള ആൻസറുകളായിരുന്നു. ചിലവർക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതൊക്കെ പോട്ടെ. ചിലവർക്ക് മേയർ ആവണം, മാനേജർ ആവണം, ടീച്ചർ ആവണം, പോലീസ് ആവണം, ഫയർ ഫൈറ്റർ ആവണം, പിന്നെ ഇൻഫ്ലുവൻസർ ആവണം, യൂട്യൂബർ ആവണം എന്നൊക്കെ ചില കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും ഒരു ജോബാണല്ലോ. അപ്പോൾ അതൊരു ജോബായിട്ടാണല്ലോ എടുക്കുക. അവരിതെല്ലാം കണ്ടു വളരല്ലേ. ടെക്നോളജി ഒക്കെ അത്രയും പുരോഗമിച്ചു. അവരും അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഗ്രൂപ്പായിട്ട് വെച്ചാണ് Dhruv Krishna. What would you like to be when you grow up? Julian Lambert.
ഇവൻ വെറ്റാവണമെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചാന്ന് തോന്നുന്നു. എന്തായാലും വലുതാവുമ്പോ ആരാവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഒരു ഇഷ്ടം അവനിൽ ഫോഴ്സ് ചെയ്യാണ്ട് അവൻ എന്താണ് പഠിക്കാൻ ആഗ്രഹം, അവൻ എന്താണ് ആവാൻ ആഗ്രഹം എന്നുള്ളത് ആയിക്കോട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിനും അവനെ ഫോഴ്സ് ചെയ്യാതെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് വളരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവരുടെ ഈ ഒരു സ്കൂളില് 8th സ്റ്റാൻഡേർഡ് വരെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കിൻഡർ ഗാർഡൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴായിരിക്കും ഇതുപോലൊരു ഗ്രാജുവേഷൻ വരുന്നത്. അത് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിരിക്കും. അതിനിടയിൽ ഇങ്ങനെ ഗ്രാജുവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത് അവരുടെ ഒരു എന്താ പറയാ, ഒരു മൈൽ സ്റ്റോൺ പോലെയാണ്. ഇവര് ഇപ്പോഴാണല്ലോ അവരൊരു പഠിപ്പൊക്കെ കുറച്ചും കൂടി, ഇനി വരാൻ പോകുന്ന ഇയറിലാണല്ലോ അതൊക്കെ കുറച്ചുകൂടി അങ്ങനെ വരുന്നത്. അപ്പോ ഇതൊരു അവരുടെ ഒരു എന്താ പറയാ, ഒരു തുടക്കമാണെന്ന് പറയാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. Thank you guys for the support this year, and for a lot of our parents who are gracious enough to donate. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ ഡാൻസ് ഒക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് അവരുടെ പ്രിൻസിപ്പളും ഒന്ന് സംസാരിച്ചായിരുന്നു. എത്ര പെട്ടെന്നാണ് 1 ഇയർ പോയെന്ന് ആലോചിക്കുകയാണ് ഞാൻ. അപ്പൊ കഴിഞ്ഞ വർഷം ഇവൻ കിൻഡർ ഗാർഡനിൽ പോവാൻ നിൽക്കുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറി ഒക്കെ ആവാറായുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഉള്ള സമയത്തെ വീഡിയോസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇനി ഇടാണ്ട് കേട്ടോ. ആ ഡെലിവറി കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് വന്നായിരുന്നു. അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഇടാം. അപ്പോ പറഞ്ഞു വന്നത്, പെട്ടെന്ന് പോയ പോലെ എനിക്ക് തോന്നാണ് 1 വർഷം. അങ്ങനെ ഓരോ വർഷവും വളരെ പെട്ടെന്നാണല്ലേ. കണ്ണ് ചിമ്മി തുറക്കണതിനുള്ളിലാണ് പിള്ളേരൊക്കെ വളർന്ന് വലുതാവണേ. Congratulations. എല്ലാരും ഗ്രാജുവേറ്റ് ആയി. ഓക്കെ, നമുക്ക് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇത് കഴിഞ്ഞ് ഇവർക്ക് ചെറിയൊരു സ്നാക്ക് പാർട്ടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ ബൂത്ത് പോലെയൊക്കെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോസ് എടുത്തു. ടീച്ചേഴ്സിന്റെ കൂടെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതുപോലെ ചെറിയൊരു സ്നാക്ക് പാർട്ടി പോലെ ഉണ്ടായിരുന്നു. അവിടെ അവര് ഓരോന്നും നല്ല രസത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എഴുതിയതൊക്കെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെ വേർഡ്സ് ഒക്കെ ഓരോ സ്നാക്കിന്റെ പേരിനോട് റിലേറ്റ് ചെയ്ത രീതിയിൽ അവരത് നല്ല രസത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവരവിടെ സ്നാക്സ് ഒക്കെ കഴിച്ച് അവന്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു വർഷം കഴിഞ്ഞു. ഇനി അവർക്ക് സ്കൂൾ അടയ്ക്കാണ്. ഇനിയാണ് നമുക്ക് പണി. വെക്കേഷൻ തുടങ്ങി. അപ്പോ ഇവരുടെ പിന്നാലെ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ പുതിയ വീഡിയോയില് കുറച്ച് പഴയ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.